ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു വെറൈറ്റി റെസിപ്പീസ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി ടേസ്റ്റിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് സ്നാക്കാണ്. വളരെ കുറച്ച് എണ്ണയിലാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. ബ്രെഡിൻ്റെ ബാറ്റർ നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കി അതിൽ ചിക്കൻ്റെ ഫില്ലിംഗ് ഒക്കെ വെച്ച് ബേക്ക് ചെയ്തെടുക്കുന്ന ഒരു രീതിയാണ്. ഇത് ബേക്കിംഗ് ഓവൺ ഇല്ലാതെയാണ് നമ്മളിത് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഏകദേശം ഒരു ബ്രെഡ് പോളയുടെ രീതിയാണ് ഈ സ്നാക്കിനുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു ബൗളിലേക്ക് 2 കപ്പ് മൈദ എടുക്കാം. 2 കപ്പ് മൈദ ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർക്കാം. 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഇനി ടേസ്റ്റിനുള്ള ഉപ്പും കൂടി ചേർക്കാം. അപ്പോൾ ടേസ്റ്റിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി 20 മില്ലി വെജിറ്റബിൾ ഓയിൽ ചേർക്കാം. വെളിച്ചെണ്ണ ഒഴികെ വേറെ എന്ത് എണ്ണ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. ഞാനിവിടെ റൈസ് ബ്രാൻ കുക്കിംഗ് ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതാണ് നല്ല കട്ട മഞ്ഞ നിറത്തിലിരുന്നത്. ഇതിലേക്ക് ഇനി 1/4 കപ്പ് അളവിൽ പുളിക്കാത്ത തൈരും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി നേരെ ചൂടുള്ള വെള്ളം കുറേശ്ശെ ചേർത്ത് ഒരു കുഴമ്പ് രൂപത്തിൽ ഒന്ന് കലക്കിയെടുക്കാം. കുറച്ചായിട്ട് വെള്ളം ചേർത്തിട്ട് ഒന്ന് കലക്കിയെടുക്കാം. ഇഡ്ഡലി മാവിലും കുറച്ചുകൂടി ലൂസായിട്ട് കലക്കിയെടുക്കാം. കട്ടയൊന്നുമില്ലാതെ നല്ലതുപോലെ കലക്കിയെടുക്കാം. ഇതോടൊപ്പം ഈ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതിനടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് എൻ്റെ അടുത്തടുത്ത വീഡിയോസ് ഉറപ്പുവരുത്തുകയും ചെയ്യുക. അപ്പോൾ ഞാനിത് ആവശ്യത്തിന് വെള്ളം ചേർത്തത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിനി കുറച്ചുകൂടി കട്ടിയാണ്, അതുകൊണ്ട് കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ട് നമുക്ക് കലക്കി നോക്കാം. ഇപ്പം ഇത് ഏകദേശം ആവശ്യത്തിന് ലൂസായിട്ടുണ്ട്. ബാറ്റർ നമ്മൾ ഒഴിച്ചാൽ ഇങ്ങനെ വിട്ട് വീഴുന്ന പരുവത്തിലായിരിക്കണം. ഇനി കട്ടയില്ലാതെ ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു വിസ്ക് ഉപയോഗിച്ച് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ കട്ടയൊക്കെ നല്ലതുപോലെ ഒന്ന് ഉടഞ്ഞു കിട്ടും, നല്ല പേസ്റ്റ് രൂപത്തിലായി കിട്ടും. വിസ്ക് ഉപയോഗിച്ച് നമുക്കിതൊന്ന് കട്ടയില്ലാതെ ഉടച്ചെടുക്കാം. ഇപ്പോൾ ഇത് നല്ലതുപോലെ മിക്സായി കിട്ടിയിട്ടുണ്ട്, നല്ല പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട്. ഇനി സൈഡിലുള്ള മാവൊക്കെ ഒന്ന് വടിച്ച് നടുവിലേക്ക് കൂട്ടിയതിന് ശേഷം നമുക്കിത് മൂടി വെച്ച് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇത് ഡബിൾ ആവുന്നത് വരെ റെസ്റ്റ് ചെയ്യാം. ഈ സമയത്ത് നമുക്കൊരു ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. ചിക്കൻ കൊണ്ടുള്ള ഫില്ലിംഗ് ആണ് റെഡിയാക്കാൻ പോകുന്നത്. ചൂടായ പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. ഓയിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. എണ്ണ ചൂടായി കഴിയുമ്പോൾ 1 ടീസ്പൂൺ പൊടിയായി അരിഞ്ഞ വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ ഇഞ്ചി, 1 ടീസ്പൂൺ പച്ചമുളക് കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. ഒന്ന് ചൂടായാൽ മതി, അധികം അങ്ങോട്ട് മുരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ഇതൊന്ന് വാടി കഴിയുമ്പോൾ ഇതിലേക്ക് ചെറുതായി കൊത്തിയരിഞ്ഞ ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞതാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇനി വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകുമായിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇതോടൊപ്പം തന്നെ നമുക്ക് പൊടിയായി അരിഞ്ഞ ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവാളയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുത്ത് കുക്ക് ചെയ്യാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് വേണ്ട അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് നമ്മൾ വഴറ്റി കൊടുക്കുമ്പോൾ ചിക്കനും സവാളയ്ക്കൊക്കെ നല്ല ഉപ്പ് പിടിച്ചിരിക്കും. പോരാത്ത ഉപ്പ് നമുക്ക് അവസാനം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ചിക്കനൊക്കെ നല്ല വെള്ള നിറമാവുന്നത് വരെ ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്യാം. ഇതിലേക്ക് ഇനി നമുക്കൊരു മീഡിയം വലിപ്പത്തിലുള്ള തക്കാളി പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്യാം. തക്കാളിയൊക്കെ നല്ലതുപോലെ സോഫ്റ്റ് ആകുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം.
ഇനി ഇതിലേക്ക് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ് 1 ടീസ്പൂൺ ഫുള്ള് ചിക്കൻ മസാലപ്പൊടി ചേർക്കാം. ഇത് ചേർത്താൽ ഈ ഫില്ലിങ്ങിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. ചിക്കൻ മസാലപ്പൊടി ഇല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് ചെറിയ ജീരകത്തിൻ്റെ പൊടിയും പിന്നെ അതുപോലെ മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയൊക്കെ കുറച്ച് കൂടുതൽ ചേർക്കാം. ഇപ്പോൾ ഞാൻ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാലപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഈ മസാലപ്പൊടികളെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്യുക. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്യാം. മസാലപ്പൊടികളുടെ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോൾ ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ചേർക്കാം. പോരാത്ത ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കനൊക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് വേകാൻ വേണ്ടിയിട്ട് നമുക്കിത് മൂടി വെച്ച് ഈ വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റുന്നത് വരെ വേവിച്ചെടുക്കാം. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ഇപ്പോൾ ഗ്രേവിയൊക്കെ നല്ലതുപോലെ തിക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ് കേട്ടോ, ഇഷ്ടമുള്ളവർ മാത്രം ചേർത്താൽ മതി. ചിക്കനും ബീഫൊക്കെ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ വെജിറ്റബിൾ ചേർത്ത് ഉണ്ടാക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇത് ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ അത് ചേർക്കാതിരിക്കുക. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കൊത്തിയരിഞ്ഞ മല്ലിയിലയും കൂടി ചേർക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീരും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 1 മിനിറ്റ് ഒന്ന് നല്ലതുപോലെ ഇളക്കി ചിക്കനൊക്കെ നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആയി കഴിയുമ്പോൾ നമുക്കിത് സ്റ്റൗവിൽ നിന്ന് മാറ്റി തണുക്കാൻ വെക്കാം. ഇപ്പം നമ്മൾ ബാറ്റർ കലക്കി വെച്ചിട്ട് ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇത് നല്ലതുപോലെ പൊങ്ങിയിരിക്കുകയാണ്, നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതാണ് ബ്രെഡ് ഉണ്ടാക്കുന്ന ബാറ്റർ. നമ്മൾ കടയിൽ നിന്ന് ബ്രെഡ് വാങ്ങിയിട്ടല്ല ഇത് ഉണ്ടാക്കുന്നത്. ബ്രെഡ് ബാറ്റർ നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ടാണ് ഈ പോള നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇതിൽ എയർ ബബിൾസൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മളിത് ബേക്ക് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ ഒരു ബേക്കിംഗ് ട്രേ വേണം. ഞാനിവിടെ കേക്ക് ബേക്ക് ചെയ്യുന്ന ഒരു ട്രേ ആണ് എടുത്തിരിക്കുന്നത്. അത് എണ്ണ തേച്ചിട്ട് ഡസ്റ്റ് ചെയ്ത് എടുത്തിരിക്കുന്നതാണ്. കുറച്ച് മൈദപ്പൊടി ഇട്ട് തൂവി എല്ലായിടത്തോട്ടും പറ്റിച്ചെടുത്തതാണ്. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കിയ ബാറ്ററിൻ്റെ പകുതി ഒഴിച്ചു കൊടുക്കാം. പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തോട്ടും ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ പുറത്തേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഫില്ലിങ്ങിൻ്റെ പകുതി ഇട്ട് കൊടുക്കാം. പകുതി നമുക്ക് അടുത്ത ലെയറിൽ ഇടാനായിട്ട് ആവശ്യമുണ്ട്. അപ്പോൾ ഇത് പകുതിയോളം ഏകദേശം ഇട്ടതിന് ശേഷം നമുക്കിതിൻ്റെ പുറത്തേക്ക് ബാക്കിയുള്ള ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഏകദേശം പകുതിയോളം ചിക്കൻ ഫില്ലിങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ ബാറ്റർ ഇതിൻ്റെ പുറത്തേക്ക് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം. ബാക്കിയുള്ള ബാറ്റർ മുഴുവനായിട്ടും ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് ലെവൽ ചെയ്ത് കൊടുക്കാം. ചിക്കൻ ഫില്ലിംഗ് ഒക്കെ ഒന്ന് കവർ ചെയ്യുന്ന രീതിയിൽ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഞാൻ അതെല്ലാം നല്ലതുപോലെ ലെവൽ ചെയ്ത് ചിക്കൻ ഫില്ലിംഗ് ഒക്കെ ഒന്ന് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്കി വെച്ച ഫില്ലിംഗ് ഇതിൻ്റെ പുറത്തേക്ക് ഇട്ട് കൊടുക്കാം. ഫില്ലിംഗ് അല്പം ബാക്കി വെച്ചിട്ട് വേണം കേട്ടോ ഇട്ട് കൊടുക്കാനായിട്ട്. അവസാനം നമുക്ക് ടോപ്പിൽ കുറച്ച് ഗാർണിഷ് ചെയ്യാൻ വേണം. അതുകൊണ്ട് അത് ബാക്കി വെച്ചിട്ട് വേണം നമ്മൾ ഫില്ലിംഗ് എല്ലാം നിരത്തി വെച്ച് കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഫില്ലിംഗ് എല്ലാം ഞാൻ നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ബാക്കി വെച്ചിട്ട് ബാക്കിയെല്ലാം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായി കുറച്ച് ചീസ് തൂവി കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, ഇഷ്ടമല്ലാത്തവർ ചേർക്കണ്ട കേട്ടോ. ചീസിൻ്റെ അളവും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് കോഴിമുട്ടയാണ്.
ഞാൻ കോഴിമുട്ട പൊട്ടിച്ചാണ് ഇതിലേക്ക് ചേർക്കുന്നത്, കുക്ക് ചെയ്തല്ല, ഡയറക്റ്റ് അങ്ങനെ തന്നെയാണ് ചേർക്കുന്നത്. ഞാനിപ്പോൾ ഇതിലേക്ക് 3 കോഴിമുട്ടയാണ് ചേർക്കുന്നത്. കോഴിമുട്ടയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂടുതൽ ചേർക്കാവുന്നതാണ് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഒരു 6-7 കോഴിമുട്ട വരെ ഇതിനകത്ത് വെച്ച് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ പുറത്തേക്ക് കുറച്ചുകൂടി ചീസ് തൂവി കൊടുക്കാം. ഇനി നമ്മൾ ബാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഫില്ലിങ് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് അവിടെ ഇവിടെ ആയിട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് മല്ലിയിലയും കൂടി നമുക്ക് വെച്ച് കൊടുക്കാം. ഇനി നമ്മളിത് ബേക്ക് ചെയ്യാനാണ് പോകുന്നത്. ഞാൻ അവിടെ ഒരു ബേക്ക് ചെയ്യാനുള്ള പാത്രം ചൂടാക്കി ഇട്ടിരിക്കുകയാണ്. ഇത് 10 ലിറ്ററിൻ്റെ ഒരു ബിരിയാണി പോട്ടാണ്. ഞാൻ നേരത്തെ തന്നെ ഇത് ചൂടാക്കാൻ വെച്ചിരുന്നു. നടുക്കൊരു ലിഡ് വെച്ചിട്ടുണ്ട് താഴെ മുട്ടാതിരിക്കാനായിട്ട്. അത് നമുക്ക് നടുവിലേക്ക് നീക്കി വയ്ക്കാം. നന്നായി പഴുത്തിരിക്കുകയാണ്. ഇനി നമ്മൾ പോള റെഡിയാക്കി വെച്ചിരിക്കുന്ന പാത്രം ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് ചേർക്കാനുള്ള 2 ചേരുവ ഞാൻ മറന്നുപോയി ചേർക്കാനായിട്ട്, അതിപ്പോൾ ചേർക്കാണ്. ഒരല്പം കുരുമുളക് പൊടി മീതെ തൂവി കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. മുട്ടയ്ക്കൊക്കെ കുറച്ച് ഉപ്പ് വേണമല്ലോ, അതുകൊണ്ട് ഒരു പിഞ്ച് ഉപ്പ് മീതയിലൊന്ന് തൂവി കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. ഇനി മൂടി വെച്ച് 10 മിനിറ്റ് ഹൈ ഹീറ്റിലും 35 മിനിറ്റ് ലോ ഹീറ്റിലും ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 45 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ തുറക്കുമ്പോൾ ഇത് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. മുട്ടയൊക്കെ ഒത്തിരി അങ്ങോട്ട് വെന്ത് ഡാർക്ക് ആകാതെ എടുക്കുന്നതാണ് നല്ലത്. ഒരു കമ്പി കൊണ്ട് നടുക്ക് കുത്തി നോക്കിയിട്ട് ഒട്ടൊന്നുമില്ലെങ്കിൽ അത് കറക്റ്റായിട്ട് പാകമായിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ബ്രൗൺ നിറത്തിലാകണമെങ്കിൽ ഒരു 10 മിനിറ്റ് നേരം കൂടി വെക്കാം. പിന്നെ പാത്രത്തിൻ്റെ വലിപ്പം അനുസരിച്ച് ഈ ബേക്കിംഗ് ടൈം വ്യത്യാസം ഉണ്ടാകും കേട്ടോ. ഇപ്പോൾ ഇത് നന്നായിട്ട് കുക്കായിട്ടിരിക്കുകയാണ്. ഇത് ലൈറ്റ് ഷെയ്ഡിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ പോളയുടെ സൈഡിലും അടിഭാഗത്തൊക്കെ ബ്രൗൺ നിറമാകണമെങ്കിൽ ഒരു 10 മിനിറ്റും കൂടി കൂടുതൽ ബേക്ക് ചെയ്യുക. അപ്പോൾ അത് ഏകദേശം ഒരു 55 മിനിറ്റൊക്കെ ഇരുന്നാൽ നല്ല ബ്രൗൺ നിറമായി കിട്ടും. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ പോളയ്ക്ക്. നിങ്ങളൊരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക. നമുക്ക് വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി കാണാം. താങ്ക് യു.